ഫുട്ബോളിൽ എത്ര പെട്ടെന്നാണല്ലോ എല്ലാം മാറി മറിയുന്നത്. ഒരാഴ്ച മുമ്പ് ചെൽസി ലിറ്ററലി ക്രൈസിസിലായിരുന്നു. ദേ ഇന്ന് ലീഡ്സിനെ തോപ്പിച്ച് FA കപ്പ് ഫൈനലിലെ ബർത്ത് ഉറപ്പിച്ചിരിക്കുകയാണ്. ഫൈനലിൽ സിറ്റി നമ്മൾ അടിച്ചു തൂക്കും, അതൊക്കെ വേറെ കാര്യം. പക്ഷെ എന്നിരുന്നാലും ഈ ഒരു മത്സരം ചെൽസി ജയിക്കുമെന്ന് പോലും എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. ബിക്കോസ് നമുക്കറിയാം ലീഡ്സ് ഒരു മത്സരത്തിലേക്ക് കൊണ്ടുവരുന്ന ഇൻറ്റൻസിറ്റി അത് ചെറുതൊന്നുമല്ല. വെംബ്ലിയിൽ ഇന്ന് ഒരു ഫുൾ ഹൗസ് ഓൾമോസ്റ്റ് ഉണ്ടായിരുന്നു. 82,000ഓളം പേരുണ്ടായിരുന്നു. ലീഡ്സിന്റെ സപ്പോർട്ടേഴ്സ് ഭയങ്കര വോക്കലായിരുന്നു. ഇതൊക്കെ ഞാൻ എക്സ്പെക്ട് ചെയ്തത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ ചെൽസി ടീമിന് ഈ ഒരു സർക്കംസ്റ്റാൻസിനെയൊക്കെ തരണം ചെയ്ത് ആ ഒരു റിസൾട്ട് നേടിയെടുക്കാനാവുമോ എന്നെനിക്ക് നല്ല സംശയം ഉണ്ടായിരുന്നു. എന്തായാലും ഇന്ന് നമ്മൾ ജയിച്ചു. 1-0 എങ്കിൽ 1-0. വി ആർ ഗോയിങ് ടു വെംബ്ലി. ഐ മീൻ ചെൽസി എന്ന ക്ലബ്ബ് എന്തൊക്കെ സിറ്റുവേഷനിലൂടെ കടന്നു പോയിക്കോട്ടെ, നമ്മൾ എപ്പോഴും ട്രോഫീസ് ജയിക്കേണ്ട ഒരു ക്ലബ്ബാണ്. റോമൻ എപ്പോൾ ഈ ക്ലബിനെ ടേക്ക് ഓവർ നടത്തിയോ അപ്പം തൊട്ട് നമ്മുടെ ഐഡന്റിറ്റി ഇതാണ്. പക്ഷെ കുറച്ച് വർഷങ്ങളായിട്ട് നമുക്കറിയാം ആ ഐഡന്റിറ്റിയിൽ നിന്നൊക്കെ തെന്നി മാറി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ചെൽസിയാണ് എല്ലാ ആരാധകനും കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ ഒരുപാട് വിഷമമുണ്ട്. ഓണർഷിപ്പിന്റെ കാര്യങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. അതിലേക്കൊന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കടക്കുന്നില്ല. എന്തായാലും ഈ മരുഭൂമിയിൽ പെയ്ത മഴ എന്ന് പറയുന്ന പോലെ എല്ലായിടത്തും മരുഭൂമിയിൽ പെയ്യുന്ന മഴയാണല്ലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കാര്യത്തിലും അത് തന്നെ, ചെൽസിയിലും അത് തന്നെ. എന്തായാലും ഈ രണ്ട് ക്ലബിനെ കുറിച്ച് എനിക്ക് ഒരു കാര്യം പറയാനുള്ളൂ. 1-2 റിസൾട്ടുകൾ കൊണ്ട് ഒന്നും മാറാൻ പോകുന്നില്ല. പ്രോജക്റ്റ് അടിമുടി മാറണം. വെയിറ്റ്, കേരള ബ്ലാസ്റ്റേഴ്സ് വീഡിയോ അല്ല, നമ്മൾ വിഷയത്തിൽ നിന്നും തെന്നി മാറുന്നില്ല. എന്തായാലും സെക്കൻഡ് ഹാഫിൽ ലീഡ്സ് ആ ഒരു തുടക്കത്തിൽ ആ ഒരു കളിയുടെ ഇൻറ്റൻസിറ്റി കുറച്ചുകൂടെ കൂട്ടി. അവർ ആക്ച്വലി 1-2 ചാൻസുകളൊക്കെ ക്രിയേറ്റ് ചെയ്തു. വേറൊരു ദിവസം ആയിരുന്നെങ്കിൽ ഒരു പക്ഷേ നമ്മൾ അതിൽ നിന്ന് എവിടെന്നെങ്കിലും ഒരു ഗോൾ കൺസീഡ് ചെയ്തേനെ. എന്തായാലും അതൊന്നും സംഭവിച്ചില്ല. ഞാൻ പറഞ്ഞ പോലെ തന്നെ വി ആർ ഗോയിങ് ടു വെംബ്ലി. ആ ഒരു കാര്യം ഞാൻ ഒരിക്കലും നമ്മൾ പറയേണ്ടി വരും ഈ സീസൺ എന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല. എന്തായാലും അത് സംഭവിച്ചിരിക്കുകയാണ്. ഒട്ടും വൈകാതെ ഈ മത്സരത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയ 5 കാര്യങ്ങളിലേക്ക് കിടക്കാം. ആദ്യം എനിക്ക് പറയാനുള്ളത് നമ്മൾ ഈ മത്സരം തുടങ്ങിയതിനെ കുറിച്ചാണ്. ഇവർക്ക് ശരിക്കും ലിയം റൊസീനിയറുമായിട്ട് എന്തൊക്കെയോ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അങ്ങനെ തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം ലിയം റൊസീനിയർ ക്ലബ്ബ് വിട്ടതിന് ശേഷം വന്ന റിപ്പോർട്ടുകളൊക്കെ നമ്മൾ വായിച്ചിരുന്നു. ഈ ചെൽസി ടീം ആക്ച്വലി 2 ചേരിയായിട്ട് ആ ഡ്രസ്സിംഗ് റൂമിൽ തിരിഞ്ഞിരുന്നു. ഇംഗ്ലീഷ് സ്പീക്കിംഗ് പ്ലെയേഴ്സ് ഒരു സൈഡിൽ, അതുപോലെ തന്നെ ബാക്കിയുള്ള സൗത്ത് അമേരിക്കൻ, സ്പാനിഷ് എല്ലാവരും വേറൊരു സൈഡിൽ. 2 പേർക്കും റൊസീനിയറിനെ കുറിച്ച് വെവ്വേറെ അഭിപ്രായങ്ങളായിരുന്നു എന്നൊക്കെയാണ് നമ്മൾ കേട്ടത്. എന്തായാലും ഇതിൽ റൊസീനിയറിനെ അധികം താല്പര്യമില്ലാത്ത അൺനെയിംഡ് ആയ പ്ലെയർ ആരാണെന്നറിയില്ല, ഏതോ ഒരു ഫസ്റ്റ് ടീം പ്ലെയർ പുള്ളിക്ക് സപ്ലൈ ടീച്ചർ എന്ന നിക് നെയിം ഇട്ടിരുന്നു എന്ന് വരെ വാർത്തകൾ വന്നിരുന്നു. അതുപോലെ തന്നെ ഒരു പ്ലെയറും പബ്ലിക്ലി ഈ ഒരു കോച്ചിന് ഒരു ഫെയർവെല്ലോ അല്ലെങ്കിൽ ഒരു മെസ്സേജോ ഒന്ന് ടൈപ്പ് ചെയ്തിരുന്നില്ല എന്നൊക്കെ ഞാൻ എവിടെ വായിച്ചിരുന്നു. ഇത് ഞാൻ പേഴ്സണലി കയറി എല്ലാവരുടെയും ഇൻസ്റ്റാഗ്രാമിൽ ചെക്ക് ചെയ്തിട്ടില്ല. പക്ഷെ ഇതെല്ലാം ഈ സാക്കിങ്ങിന് ശേഷം വന്നിട്ടുള്ള വാർത്തകളാണ്. ഇന്നത്തെ ചെൽസിയുടെ ആ ഫസ്റ്റ് ഹാഫിൽ മത്സരം തുടങ്ങിയ ആ ഒരു പെർഫോമൻസ് കണ്ടപ്പോൾ ശരിക്കും ഇതിൽ എന്തോ ഒരു വാസ്തവം ഉണ്ടെന്ന് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം റൊസീനിയറിന്റെ കീഴിൽ നമ്മൾ ഒരിക്കലും കാണാത്ത ഒരു ഇന്റൻസിറ്റിയിലാണ് ചെൽസി കളിച്ചത്. ഒരു ഇന്റൻസിറ്റി എന്ന് പറയുമ്പോൾ ബോൾ വിൻ ചെയ്യാനുള്ള ഒരു ആറ്റിറ്റ്യൂഡ്, പ്ലെയേഴ്സിൻ്റെ ആ ഒരു എനർജി ലീഡ്സിനെയൊക്കെ നല്ലോണം ഹൈ ആയിട്ട് പ്രസ് ചെയ്തു. യൂഷ്വലി നമുക്കറിയാം ലീഡ്സിന് അവർ സമയം കൊടുക്കുകയാണെങ്കിൽ അവർ ഏത് ടീമിനെയും ഹെർട്ട് ചെയ്യും. അതുപോലെ തന്നെ ലീഡ്സിന് ഒരു ഇന്റൻസിറ്റി ഉണ്ട്. നമ്മൾ യുണൈറ്റഡ് ആയിട്ടൊക്കെ ഉള്ള ആ ഒരു മത്സരം പ്രീമിയർ ലീഗിൽ ആദ്യം കണ്ടതാണ്. ആ തുടക്കത്തിൽ തന്നെ യുണൈറ്റഡിനെ എന്തോരം പ്രഷറിൽ ലീഡ്സ് ആക്കി. ആ ഒരു ഫ്രണ്ട് ഫുട്ടിൽ കളിക്കാൻ ഒരുപാട് താല്പര്യമുള്ള ഒരു ടീമാണ് ലീഡ്സ്. അവർക്കെതിരെ ഇമാതിരി ഒരു ഇന്റൻസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുക, അത് ഈ വർഷം ലിയം റൊസീനിയറിന്റെ കീഴിൽ ചെൽസിനെ കണ്ടിരിക്കുന്ന ഒരു ആരാധകനും അങ്ങനെ ഒരു തുടക്കം ഒരുപക്ഷെ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. അതിനെ വേണമെങ്കിൽ നമുക്കൊരു ന്യൂ മാനേജർ ബൗൺസ് എന്നൊക്കെ വിളിക്കാം. പക്ഷേ എൻസോ ഫെർണാണ്ടസ് ഇന്നത്തെ ആ ഗോള് കണ്ടെത്തി എന്നുള്ളത് അത് റൊസീനിയറിനുള്ള ഒരു അവസാനത്തെ അടി പോലെ ശരിക്കും ഫീൽ ചെയ്തു. നമുക്കറിയാം എൻസോവിന്റെ വൈറൽ ഇന്റർവ്യൂവിന് ശേഷം 2 മത്സരത്തിലേക്ക് എൻസോവിനെ സസ്പെൻഡ് ചെയ്തിരുന്നു. ശരിക്കും ആ ഒരു കോള് റൊസീനിയർ എടുത്തത് ഒരുപാട് പ്രഷറിന്റെ മുകളിലായിരുന്നു. എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തത്. വേണമെങ്കിൽ ആ ഒരു പോർട്ടുവയിലായിട്ടുള്ള ഇതിനു മുമ്പുള്ള റൗണ്ടിൽ FA കപ്പ് മത്സരത്തിൽ നൈസായിട്ട് ഒരു 1 മാച്ച് ബാൻ കൊടുത്തിട്ട് സിറ്റി ആയിട്ടുള്ള കളിക്ക് വേണമെങ്കിൽ തിരിച്ചു കൊണ്ടുവരായിരുന്നു. ആ ഒരു നടപടി സ്വീകരിച്ചിരുന്നെങ്കിൽ ഓബ്വിയസ്ലി ഒരു ഡിസിപ്ലിനറി ആക്ഷൻ എന്ന രീതിയിൽ ഒരു മാച്ച് ബാനും കൊടുക്കായിരുന്നു. അത്ര റെലവെന്റ് അല്ലാത്ത പോർട്ടുവയിലായിട്ടുള്ള ഒരു മത്സരം മിസ് ചെയ്യുന്നു. ഓക്കെ, പക്ഷെ പിന്നീട് സിറ്റി ആയിട്ട് കളിക്കുമ്പോൾ നമുക്ക് ഓബ്വിയസ്ലി എൻസോനെയും യൂസ് ചെയ്യാം. അങ്ങനെ ഒരു നടപടിയാണ് ശരിക്കും ഞാൻ പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷെ അങ്ങനെയൊന്നും അല്ല സംഭവിച്ചത്, നമുക്ക് എല്ലാവർക്കും അറിയാം. എന്തായാലും ഇങ്ങനെ റൊസീനിയർ പോയതിനു ശേഷമുള്ള ഒരു ക്രൂഷ്യൽ മത്സരത്തിലേക്ക് എൻസോ തിരിച്ചു വന്ന് ഈ ഒരു വിന്നിംഗ് ഗോൾ വെംബ്ലിയിൽ അടിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ സ്റ്റേറ്റ്മെന്റ് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. അറ്റ്ലീസ്റ്റ് ആ ഒരു സെലിബ്രേഷനിലും എൻസോ ചെറുതായിട്ട് ആ ഒരു ലോഗോയിലേക്കൊക്കെ ഇങ്ങനെ കാണിക്കുന്നുണ്ടായിരുന്നു, ലൈക്ക് ഞാനിവിടെ ബിലോങ് ചെയ്യുന്ന ആളാണെന്നൊക്കെ. അതിൽ ഞാൻ അധികം വിശ്വസിക്കുന്നൊന്നുമില്ല. കാരണം ഓബ്വിയസ്ലി എൻസോയ്ക്ക് ഒരു അംബീഷൻ
ഉണ്ടെന്നുള്ള കാര്യം നമുക്കറിയാം. നമ്മുടെ പ്രോജക്റ്റ് ബെറ്റർ അല്ലാത്തയിടത്തോളം കാലം ഇവിടെ ഒരു പ്ലെയറും, നമ്മുടെ ഒരു ടോപ്പ് പ്ലെയറിനെയും ഒരുപാട് കാലം ചെൽസിയിൽ പിടിച്ചു നിർത്താനാവുന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. ബട്ട് ഇന്നത്തെ ആ ഒരു ചെൽസി പെർഫോമൻസും എൻസോയിന്റെ ആ ഗോളും ഇതെല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ ഒരു ആരാധകൻ എന്ന രീതിയിൽ എനിക്ക് ഫീൽ ചെയ്തത് ശരിക്കും റൊസീനിയറിന്റെ മെത്തേഡുകളോട് ഈ ചെൽസി താരങ്ങൾ ആരും തന്നെ തുടക്കത്തിലേ യോജിച്ചിരുന്നില്ല. ആൻഡ് പുള്ളി പോയതിന് ശേഷം അവർക്കൊരു പുതിയ ലൈഫ് കിട്ടിയ പോലെയാണ്. അടുത്ത പോയിന്റിലേക്ക് വരാം. ഡൊമിനിക് കാൽവർട്ട് ലൂവിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. കഴിഞ്ഞ സമ്മറിൽ ആക്ച്വലി കാൽവർട്ട് ലൂവിൻ പേഴ്സണലി ഒരു വലിയ ഡിസിഷൻ എടുത്തു, എവർട്ടൺ വിടാനുള്ളൊരു ഡിസിഷൻ. എവർട്ടനെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ ഡിസിഷൻ ആയിരുന്നു. കാരണം രണ്ടുപേരും മ്യൂച്വലി പാർട്ട് ചെയ്ത് അങ്ങനെയാണ് കാൽവർട്ട് ലൂവിൻ ലീഡ്സിലേക്ക് വരുന്നത്. ലീഡ്സിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം പ്രീമിയർ ലീഗിൽ സ്റ്റേ അപ്പ് ചെയ്യണമെങ്കിൽ എന്തായാലും ടീമിന് ഗോളുകൾ അടിക്കണം. അപ്പോൾ ഒരു മെയിൻ നമ്പർ 9 ആയിട്ട് തന്നെയാണ് കാൽവർട്ട് ലൂവിൻ ഇങ്ങോട്ട് വരുന്നത്. തീർച്ചയായിട്ടും നമുക്കറിയാം കാൽവർട്ട് ലൂവിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന്. എവർട്ടനെയൊക്കെ റെലിഗേഷനിൽ നിന്നൊക്കെ സേവ് ചെയ്തിട്ടൊക്കെ ഉള്ളൊരു പ്ലെയറാണ്, ഒരുപാട് ക്രൂഷ്യൽ ഗോളുകൾ അടിച്ചിട്ട്. പക്ഷേ ആ ഒരു ഇഞ്ചറി പ്രശ്നങ്ങൾ കാരണം കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്രീമിയർ ലീഗിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാനാവാതെ കുറേ നാൾ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് കളിച്ചുകൊണ്ടിരുന്ന ഒരു പ്ലെയറും കൂടിയാണ്. ആ ഒരു പീക്ക് സമയത്ത് എവർട്ടന് വേണ്ടി കാൽവർട്ട് ലൂവിൻ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന പെർഫോമൻസുകൾ നിങ്ങൾ ആരും മറന്നിട്ടില്ല എന്ന് ഞാൻ ആലോചിക്കുന്നു. ആ ഒരു സമയത്താണ് ഇംഗ്ലണ്ട് കോളപ്പും എല്ലാം കിട്ടിയൊരു ശരിക്കും നല്ലൊരു പ്ലേസിലായിരുന്നു. അപ്പോൾ കാൽവർട്ട് ലൂവിൻ പിന്നീട് പരിക്കുകൾ കാരണം ആ ഒരു കരിയർ ഭയങ്കര ഒരു ഡൗൺവേർഡ് ട്രജക്ടറിയിലോട്ട് പോയി. എന്തായാലും ലീഡ്സിലേക്ക് വന്നതിന് ശേഷം ആ ഒരു കരിയർ വീണ്ടും ഓണായിരിക്കും എന്നുള്ളത് തന്നെയാണ്. ഈ വർഷം പ്രീമിയർ ലീഗിലെ പെർഫോമൻസുകൾ നമ്മളറിയാം, ക്രൂഷ്യലായിട്ടുള്ള ഗോളുകൾ അടിച്ചിട്ടുണ്ട്. ലീഡ്സ് എന്തായാലും സർവൈവ് ചെയ്യും, അവർ റെലഗേറ്റ് ആവാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ അതിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ചതിൽ ഒരാൾ കാൽവർട്ട് ലൂവിനാണെന്നുള്ളതിൽ സംശയമില്ല. ആ ലൈൻ ലീഡ് ചെയ്യുന്നത് എത്ര മികവോടുകൂടിയാണെന്ന് നമ്മൾ ഈ സീസൺ ഉടനീളം കണ്ടിട്ടുള്ളതാണ്. ഈ മത്സരത്തിലും ആക്ച്വലി കാൽവർട്ട് ലൂവിൻ്റെ ഇമ്പാക്റ്റ് ഭയങ്കര വലുതായിരുന്നു. ഫസ്റ്റ് ഹാഫിൽ നിങ്ങൾ ഓർക്കുന്നുണ്ടോയെന്നറിയില്ല, ബ്രണ്ടൻ ആരൻസന്റെ ഒരു ഷോട്ട് ഉണ്ടായിരുന്നു. ആ ഷോട്ടിന് കാൽവർട്ട് ലൂവിൻ കളിച്ചൊരു പാസ് ഉണ്ട്, ലിറ്ററലി ബാക്ക് ടു ഗോളാണ്. ഇങ്ങോട്ട് വന്നിട്ട് ലൈക്ക് ഗോളിനെ ഫേസ് ചെയ്തല്ല, എന്ന് വെച്ചാൽ ചെൽസിയുടെ ഗോളിനെ ഫേസ് ചെയ്തല്ല, ഇങ്ങനെ വന്നിട്ട് ഇങ്ങോട്ടൊരു പാസ്സാണ്, ഒരു റിവേഴ്സ് പാസ് പോലെ. ആരൻസൺ ഈ റണ്ണ് മേക്ക് ചെയ്യുമ്പോൾ ആ പാസിൻ്റെ അത് ശരിക്കും ആ പാസ് പ്ലേ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു 10 സെക്കൻഡ് 15 സെക്കൻഡ് ഞാനിങ്ങനെ അന്തം വിട്ടിരുന്നു പോയി, എങ്ങനെയാണ് ആ പാസ് കളിച്ചതെന്ന്. കാരണം അത്ര ഇൻറ്റൻസിറ്റിയിൽ ലീഡ്സ് പെട്ടെന്നൊരു കൗണ്ടർ പോലത്തെ ഒരു സിറ്റുവേഷനിൽ പെട്ടെന്ന് ബോൾ മൂവ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ആരോ ഫ്രണ്ടിലേക്ക് ഒരു പാസ് കളിച്ചു, ആ ഒരു ബോഡി ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നൈസായിട്ടൊന്ന് ഇത് കൊടുത്ത് കറക്റ്റ് അളന്ന് മുറിച്ച സാധനം ആരൻസന് കറക്റ്റ് ഒരു പ്ലേറ്റിൽ വെച്ച് കൊടുത്ത പോലത്തെ ഒരു അവസരം. ആരൻസൺ അത് വന്ന് അടിച്ചു, സാഞ്ചസ് നല്ലോണം സേവ് ചെയ്തു. ശരിക്കും അത് ലീഡ്സിൻ്റെ ഫസ്റ്റ് ബിഗ് ഓപ്പണിംഗ് ആയിരുന്നു. ആ ഫസ്റ്റ് ഞാൻ പറഞ്ഞല്ലോ തുടക്കത്തിൽ ചെൽസി നല്ലോണം ഡോമിനേറ്റ് ചെയ്തു, നല്ല ഇൻറ്റൻസിറ്റിയിൽ കളിച്ചു. പക്ഷെ ആ ഒരു ഒറ്റ മൊമെന്റിൽ കാൽവർട്ട് ലൂവിൻ്റെ ആ ഒരേ ഒരു ബ്രില്യൻസിൽ ചെൽസിയുടെ ഡിഫൻസ് സ്പ്ലിറ്റ് ആയിട്ട് ഓപ്പൺ ആയിപ്പോയി. ആരൻസൺ ആ ചാൻസ് കൺവേർട്ട് ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ ആ ഒരു മൊമെന്റ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി കാൽവർട്ട് ലൂവിന് ഇന്ന് എന്തായാലും നല്ലൊരു കോൺട്രിബ്യൂഷൻ നൽകണം, വെംബ്ലിയിൽ ഹെഡ്ലൈൻസ് ഉണ്ടാക്കണം എന്ന് കരുതി തന്നെയാണ് കളിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി. സെക്കൻഡ് ഹാഫിൽ നമുക്കറിയാം ഒരു ഹെഡർ ഉണ്ടായിരുന്നു, നല്ലൊരു കണക്ഷൻ, നല്ലൊരു ക്രോസ് ആയിരുന്നു, നല്ലൊരു ബ്യൂട്ടിഫുൾ കണക്ഷൻ. ബട്ട് ദ പ്രോബ്ലം കറക്റ്റ് സാഞ്ചസിൻ്റെ കയ്യിലായിരുന്നു. അത് ഏതെങ്കിലും ഒരു സൈഡിലോട്ട് ഒരു പ്ലേസ് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ അതൊരു പക്ഷേ ഒരു ഈക്വലൈസറായി മാറിയേനെ ലീഡ്സിന് വേണ്ടി. എന്തായാലും കാൽവർട്ട് ലൂവിനെ സംബന്ധിച്ചിടത്തോളം ലീഡ്സിൽ ഞാൻ പറയട്ടെ, ഈ കരിയർ ഒന്ന് റിസറക്റ്റ് ആയിട്ടുണ്ട്. തീർച്ചയായിട്ടും ആ ഒരു പഴയ ഫോമിലേക്ക് ഇഞ്ചറികൾ ഇല്ലെങ്കിൽ തിരിച്ചു വരാനുള്ളൊരു പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് കാൽവർട്ട് ലൂവിൻ ഈ സീസൺ തെളിയിച്ചു കഴിഞ്ഞു. ഇങ്ങനത്തെ ഇഞ്ചുറീസൊക്കെ കൺസിസ്റ്റൻ്റ് ആയിട്ട് വന്നു കഴിയുമ്പോൾ ഒരു ഫോർവേഡിനെ അത് ഒരുപാട് അഫക്റ്റ് ചെയ്യും. ഫിസിക്കലി എന്തായാലും എഫക്റ്റ് ചെയ്യും, പക്ഷേ മെൻ്റലിയും അഫക്റ്റ് ചെയ്യും. നമുക്കറിയാം പ്രീമിയർ ലീഗിൽ ഒരു ഇംഗ്ലീഷ് പ്ലെയർ ആകുമ്പോഴത്തേക്കും എസ്പെഷ്യലി ആ ഒരു അത്രയും പീക്കിൽ ഇംഗ്ലണ്ട് കോളപ്പൊക്കെ കിട്ടി നിന്നതിന് ശേഷം ഇങ്ങനെ ഒരു ഡൗൺഫോൾ വരുമ്പോൾ മെൻ്റലി നല്ലൊരു സ്പേസിൽ ഉണ്ടാവുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് ഇംഗ്ലീഷ് പ്ലെയേഴ്സ് നമുക്കറിയാം യങ് ആയിട്ട് പ്രീമിയർ ലീഗിൽ വന്ന് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കി ഒരുപാട് മെൻ്റൽ സൈഡിൽ അഫക്റ്റഡ് ആയിട്ടുള്ള ഒരുപാട് പ്ലെയേഴ്സ് നമുക്കറിയാം. ആ ഒരു സെറ്റ് ബാക്കിൽ നിന്നും കാൽവർട്ട് ലൂവിൻ പൂർണ്ണമായിട്ടും ഈ സീസൺ റിക്കവർ ചെയ്ത പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. എന്തായാലും കൺസിസ്റ്റൻ്റ് ആയിട്ട് കളിക്കാൻ പറ്റട്ടെ. ലീഡ്സിൽ എന്തായാലും നല്ലൊരു പ്രോജക്റ്റ് ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അവർ റെലഗേഷൻ മാത്രം സർവൈവ് ചെയ്യല്ല, ഒരുപക്ഷെ അടുത്ത സീസൺ അവർ നല്ലോണം പുഷ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഓബ്വിയസ്ലി ബ്രോഡ്കാസ്റ്റ് മണി ഉണ്ടാവും, അവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള അവസരങ്ങളുണ്ട്. നല്ലൊരു ചരിത്രം ഉറങ്ങുന്ന ഒരു ക്ലബ്ബാണ്. ഒരുപാട് നാൾ ഉറങ്ങിക്കിടന്ന് ഈ ടോപ്പ് ഫ്ലൈറ്റിലേക്ക് വന്ന ക്ലബ്ബാണ്. 100% പ്രീമിയർ ലീഗ് സ്റ്റാറ്റസ് ഡിസർവ് ചെയ്യുന്നൊരു ക്ലബ്ബാണ്. അത്രയും ഫാൻസ് ഉണ്ട്, അത്രയും ഹിസ്റ്ററി ഉണ്ട്, നല്ലൊരു ഐക്കോണിക് സ്റ്റേഡിയം ഉണ്ട്, നല്ലൊരു മാനേജറുണ്ട് ഡാനിയൽ ഫാക്ക നമുക്കറിയാം. അപ്പോൾ കാൽവർട്ട് ലൂവിന് അവിടെ റെഗുലറായിട്ട് കളിക്കാൻ പറ്റട്ടെ, റെഗുലറായിട്ട് ഇങ്ങനത്തെ മൊമെൻറ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റട്ടെ. ചെൽസിക്കെതിരെ എപ്പോൾ ഇങ്ങനത്തെ മൊമെൻറ്റ് പ്രൊഡ്യൂസ് ചെയ്താലും ഇങ്ങനെ ആർക്കും കൺവേർട്ട് ചെയ്യാൻ പറ്റാത്ത രീതിയിലാവട്ടെ.
ഇനി എനിക്ക് പറയാനുള്ളത് സാക്ഷാൽ ഗർണാച്ചോനെ കുറിച്ച് തന്നെയാണ്. എങ്ങനെയാണ് യുണൈറ്റഡ് ഫാൻസ് ഇങ്ങനെ സഹിച്ചുകൊണ്ടിരുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. യുണൈറ്റഡിൽ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ ഞാൻ പല യുണൈറ്റഡ് ഫാൻസിൻ്റെ അടുത്തും പറഞ്ഞതൊക്കെ എനിക്ക് ഇപ്പോഴും ഭയങ്കര ഓർമ്മയുണ്ട്. ഗർണാച്ചോന് ഒരു പോയിന്റ് പ്രൂവ് ചെയ്യാനുണ്ട് ചെൽസിയിൽ. കാരണം യുണൈറ്റഡ് മര്യാദയ്ക്ക് യൂസ് ഒന്നും ചെയ്തിട്ടില്ല. അമോറിം ടീമിൽ നിന്ന് ഫ്രീസ് ഔട്ട് ചെയ്തു. ഇനി ഇവിടെ ചെൽസിയിൽ വന്ന റിവെഞ്ച് ആർക്കാണ്, റിഡംഷൻ ആർക്കാണ്. ചെൽസിയിൽ വന്ന് കളിച്ച് ഞങ്ങളെ ചാമ്പ്യൻസ് ലീഗ് ക്വാളിഫിക്കേഷനിൽ എത്തിക്കും, ചിലപ്പോൾ നിങ്ങൾക്കെതിരെ ഗോൾ അടിക്കും, അമ്മാതിരിയൊക്കെ പ്രതീക്ഷകളൊക്കെ വെച്ചോണ്ടാണ് ഞാനിരുന്നത്. എന്തായാലും ലിറ്ററലി ഈ സീസൺ ഗർണാച്ചോനെ കണ്ടിട്ട് എനിക്ക് മനസ്സിലായി എന്തുകൊണ്ടാണ് യുണൈറ്റഡ് ഇങ്ങനെ പറഞ്ഞു വിട്ടേന്നുള്ള സംഭവം. എനിക്ക് എന്തായാലും പിടികിട്ടി. ലൈക്ക് ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ യോഹൻ വിസയെ കുറിച്ച് സംസാരിച്ചു. യോഹൻ വിസ ചിലപ്പോൾ ഒരു ഫ്ലോപ്പ് ഓഫ് ദ സീസൺ ആയിരിക്കും എന്നൊക്കെ. അറ്റ്ലീസ്റ്റ് പുള്ളിക്ക് ഒരു പരിക്കായിരുന്നെങ്കിലും പറയാം. ഗർണാച്ചോയ്ക്ക് എന്ത് എക്സ്ക്യൂസ് ആണുള്ളത്? ഒരു എക്സ്ക്യൂസും ഇല്ല. ശരിക്കും ഒരു ആരാധകൻ എന്ന രീതിയിൽ നമ്മളെയൊക്കെ എങ്ങനെ ഫ്രസ്ട്രേറ്റ് ചെയ്യാമോ അങ്ങനെ എല്ലാം ഗർണാച്ചോ ഫ്രസ്ട്രേറ്റ് ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇടയ്ക്കിടയ്ക്ക് 1-2 മൊമെന്റ് ഓഫ് ക്വാളിറ്റി ഉണ്ടാവും. അത് ഭയങ്കര അൺബിലീവബിൾ സാധനമായിരിക്കും. നമുക്കറിയാം യുണൈറ്റഡിന് വേണ്ടി എവർട്ടനെതിരെ അടിച്ച ഗോളും കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അങ്ങനത്തെ ഇടയ്ക്കിടയ്ക്ക് പല പല മൊമെന്റുകളിൽ ഒരു ജീനിയസിന്റെ ഒരു ഷെയ്ഡ് പുള്ളി കാണിക്കും. പക്ഷെ ഒരു 80%, 85%, ഈവൻ 90% സമയങ്ങളിലും പുള്ളി ആക്ച്വലി ഭയങ്കര മീഡിയോക്കറായിട്ട് കളിക്കുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യണത്. പല സമയത്തും ടച്ച് ഹെവിയാണ്, പ്ലെയേഴ്സിനെ ടേക്ക് ഓൺ ചെയ്യാൻ പറ്റുന്നില്ല, ബോൾ പെട്ടെന്ന് റിലീസ് ചെയ്യുന്നില്ല. ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും പിന്നെ ഒരു വിങ്ങർ എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കാനാണ്. എന്തായാലും ഇന്ന് ചെൽസി ആ ഫസ്റ്റ് ഹാഫിൽ ഇത്രയും നല്ലോണം ഡോമിനേറ്റ് ചെയ്തെങ്കിലും ഗർണാച്ചോ വലിയൊരു ഇംപ്രഷൻ ഒന്നും ഉണ്ടാക്കിയതായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടില്ല. പ്രീമിയർ ലീഗിൽ പിന്നെ നമ്മൾ കാണുന്നതാണ്, അതിലും ഒന്നും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ FA കപ്പിൽ പോർട്ടുഗലിനെതിരെ ഗോൾ അടിച്ചിരുന്നു. അതിനുശേഷം ഈ ഒരു കപ്പ് കോമ്പറ്റീഷനിൽ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമെന്ന രീതിയിലായിരിക്കാം ഒരു പക്ഷേ ലൈനപ്പിലേക്ക് വന്നത്. പക്ഷെ എന്തായാലും ആ ഒരു ഇമ്പാക്റ്റ് ഉണ്ടായിരുന്നില്ലെന്ന് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഇൻഫാക്റ്റ് ഇന്ന് നമ്മുടെ ടീമിൽ ഏറ്റവും മോശമായിട്ട് കളിച്ച ഒരു പ്ലെയർ ആരാണെന്ന് ചോദിച്ചാൽ ഒരു പക്ഷേ ഗർണാച്ചോ എന്ന് തന്നെ പറയേണ്ടി വരും. അതിൽ ഷുഗർ കോട്ട് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അവിടെ ഒരു അപ്ഗ്രേഡ് നമുക്ക് വേണം എന്നുള്ളത് നിർബന്ധമാണ്. ഒബ്വിയസ്ലി ഇപ്പോൾ എസ്റ്റവാവിന് ഇഞ്ചുറി ഇല്ലായിരുന്നെങ്കിൽ ആ ഒരു വിങ്ങിൽ നമുക്ക് ആരെങ്കിലും കളിപ്പിക്കാവുന്നില്ല. പെട്രോനെറ്റോനെ ഇപ്പുറം കളിപ്പിക്കാം, അല്ലെങ്കിൽ എസ്റ്റവാ അപ്പുറം കളിക്കുകയാണെങ്കിൽ എവിടെ വേണമെങ്കിലും കളിപ്പിക്കാം. എന്തായാലും ഗർണാച്ചോനെ ഈ സമ്മറിൽ വിൽക്കേണ്ടി വരുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം അവിടെ എന്തെങ്കിലും ഒരു അപ്ഗ്രേഡ് ചെൽസിക്ക് വരണം. ഈ സമ്മറിൽ ഇൻവെസ്റ്റ്മെന്റ് നടക്കുമെന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. ഓണർഷിപ്പ് അത്രയും പ്രഷറിലാണ്. അവരെന്തെങ്കിലുമൊക്കെ കാണിച്ച് എന്തെങ്കിലും ആരെങ്കിലുമൊക്കെ കൊണ്ടുവരും. എന്തായാലും ഇതുപോലത്തെ സൈനിങ്ങുകളൊന്നും വരാണ്ടിരിക്കട്ടെ, അതുമാത്രം എൻ്റെ പ്രാർത്ഥനയുള്ളൂ. അൾട്ടിമേറ്റ്ലി ഈ ഒരു ലെവലിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴത്തെ റിയാലിറ്റി. മുമ്പ് എന്തൊക്കെ എവിടെയൊക്കെ ഏതൊക്കെ മൊമെൻറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇപ്പോൾ നിലവിൽ ആ ഒരു അപ് ടു ദ മാർക്ക് ഒരു പ്രീമിയർ ലീഗ് ടോപ്പ് 6 ക്ലബിന് വേണ്ടി ഒരു റെഗുലറായിട്ട് കളിക്കുന്ന എല്ലാ മത്സരങ്ങളും കളിക്കുന്ന ഒരു പ്ലെയറിൻ്റെ ലെവലിൽ ഗർണാച്ചോ കളിക്കുന്നുണ്ടെന്ന് പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. അപ്പം അതാണ് എൻ്റെ ഒരു ഗർണാച്ചോ വെർഡിക്റ്റ്. ഈ സമ്മറിൽ പോവുകയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് നമ്മൾ സ്പെൻഡ് ചെയ്തതിൻ്റെ ഒരു 70%, 75% എങ്കിലും തിരിച്ചു കിട്ടുന്ന രീതിയിലൊരു ഡീല് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ സെല്ല് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. ഓബ്വിയസ്ലി ഇത് ഗർണാച്ചോയുടെ കരിയറിൻ്റെ അവസാനമൊന്നുമല്ല. ഇഷ്ടംപോലെ വർഷങ്ങൾ ഇനിയും കിടക്കുന്നുണ്ട്. ഒട്ടും പ്രായമൊന്നുമില്ലാത്ത പ്ലെയറാണ്. എവിടെയെങ്കിലും പോയൊക്കെ രക്ഷപ്പെടുമായിരിക്കും, ചിലപ്പോൾ വീണ്ടും തിരിച്ച് പ്രീമിയർ ലീഗിലേക്ക് വരുമായിരിക്കും, ഒന്നും അറിയില്ല. പക്ഷെ ചെൽസിയുടെ ഒരു അംബീഷന് വേണ്ടി ചെൽസിക്ക് ഇപ്പോൾ എന്താ ആവശ്യം എന്നുള്ളത് നമുക്കിങ്ങനെ കുറേ യങ് പ്ലേയേഴ്സിനെ ഒന്നും വെച്ച് പൊട്ടൻഷ്യലിൽ എപ്പോഴെങ്കിലും റീപേ ആവും എന്നൊക്കെ രീതിയിൽ അവരെ വെച്ച് ഇങ്ങനെ കളിപ്പിച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. ഈ ക്ലബിൻ്റെ ഒരു മോഡേൺ ഹിസ്റ്ററി എന്താണെന്ന് നമുക്കറിയാം. എപ്പോഴും കൺസിസ്റ്റൻ്റ് ആയിട്ട് എന്തെങ്കിലും സിൽവർ വെയറിന് വേണ്ടി കമ്പീറ്റ് ചെയ്യുന്ന, അത് ജയിക്കുന്ന ഒരു ക്ലബ്ബാണ് ചെൽസിയുടെ മോഡേൺ ഹിസ്റ്ററി. അപ്പം അതിന് പറ്റിയ പ്ലെയേഴ്സ് വരണം, അതിനുള്ള പ്രോജക്റ്റ് നമ്മൾ ബിൽഡ് ചെയ്യണം. ആ ഒരു പ്രോജക്റ്റിൽ പുതിയ ഏത് മാനേജർ വന്നാലും ഒരു പക്ഷേ ഗർണാച്ചോ അതിൽ ഉണ്ടാവുമോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. മേ ബി ഒരു ഇൻഡിവിജ്വൽ ക്വാളിറ്റിയുടെ ബേസിൽ ആരെങ്കിലുമൊക്കെ നിർത്തിയേക്കാം. പക്ഷേ ഇൻഡിവിജ്വൽ ക്വാളിറ്റി കൊണ്ട് മാത്രം നമ്മൾ എങ്ങനെ ജയിക്കാനാണ്? അല്ലെങ്കിൽ പിന്നെ അത്രയും വലിയ പ്ലെയർ ആയിരിക്കണം. പക്ഷേ ഗർണാച്ചോ അത് ഇതുവരെ പ്രൊഡ്യൂസ് ചെയ്തിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. ഇനി എനിക്ക് സംസാരിക്കാനുള്ളത് എൻ്റെ ഒരു ഡ്രീം മാനിഫെസ്റ്റേഷനെ കുറിച്ചാണ്. ശരിക്കും അത് കംപ്ലീറ്റ്ലി മാനിഫെസ്റ്റ് ഒന്നും ആയിട്ടില്ല. ഞാൻ എൻസോ ഫെർണാണ്ടസും കൈസേഡോയും ലാവിയും ഇവർ 3 പേരും ഒരുമിച്ച് ചെൽസിയിൽ എത്തിയപ്പോൾ ഞാൻ പണ്ടൊരു ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇട്ടതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. ഈ മിഡ്ഫീൽഡ് ട്രയോനെ ഫേസ് ചെയ്യാൻ പ്രീമിയർ ലീഗ് റെഡി അല്ല എന്നൊക്കെ. ലൈക്ക് അത്രയും ഹോപ്പിലാണ് ഞാൻ ഈ ഒരു മിഡ്ഫീൽഡ് ട്രയോനെ കണ്ടിരുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. കൈസേഡോ പക്ക ഒരു DM ആയിട്ട് കളിക്കുന്നു, ലാവി ഒരു ബോക്സ് ടു ബോക്സ് കളിക്കുന്നു, എൻസോ അത്യാവശ്യം ഒരു ഫ്രീ റോള് കളിക്കുന്നു. അതൊരു ഡ്രീം മിഡ്ഫീൽഡ് 3 ആയിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം. എന്താണ് പിന്നീട് ചെൽസിയിൽ സംഭവിച്ചതെന്ന് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. കൈസേഡോന്റെ കാര്യത്തിൽ മാത്രമാണ് എനിക്കൊരു സമാധാനം ഉള്ളത്. അതും
റൊസീനിയറിന്റെ കീഴിൽ കുറേ അധികം പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അറ്റ്ലീസ്റ്റ് ആ ഒരു കോച്ച് മാറിയതിൻ്റെ ഒരു എന്തെങ്കിലുമൊക്കെ ഇമ്പാക്റ്റ് വന്നേക്കാം. ഒരു ക്വാളിറ്റി പ്ലെയർ ആണ് കൈസേഡോ. അതിൽ ആ ഒരു പൈസ സ്പെൻഡ് ചെയ്തതിൽ എനിക്ക് ഒരു റിഗ്രറ്റും ഇല്ല. ബിക്കോസ് കൈസേഡോൻ്റെ ബെസ്റ്റിൽ കളിക്കുവാണെങ്കിൽ ഈ ലോകത്തിലെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് ഡിഫൻസീവ് മിഡ്ഫീൽഡേഴ്സ് ആണെന്നുള്ളതിൽ എനിക്ക് സംശയമില്ല. പക്ഷേ എൻസോവിന്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഭയങ്കര ഒപ്പീനിയൻ ഡിവൈഡ് ചെയ്യാൻ ചാൻസ് ഉള്ള ഒരു പ്ലെയർ ആണ്. പല സമയങ്ങളിൽ നല്ലോണം കളിക്കും, പല സമയങ്ങളിൽ അട്ടർ ഫ്ലോപ്പ് ആയിട്ടും കളിക്കും. അതുകൊണ്ട് ഒരിക്കലും ആ ഒരു പ്രൈസ് ടാഗ് എൻസോ ജസ്റ്റിഫൈ ചെയ്തിട്ടില്ല. ലാവിയ പിന്നെ ഫിറ്റ് അല്ല, അതുകൊണ്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ല. കളിക്കാൻ വരും, ഇഞ്ചറി കിട്ടും പോവും. ഇത് തന്നെയാണ് ഒരു റെക്കറിങ് തീം. റെഗുലർ ആയിട്ട് ചെൽസിയിൽ കളിച്ചിട്ടേ ഇല്ല. പക്ഷേ ഈ 3 പേര് ഒരുമിച്ച് നല്ല രീതിയിൽ കളിക്കുകയാണെങ്കിൽ എന്തായിരിക്കാം നമ്മുടെ മിഡ്ഫീൽഡിന് സംഭവിക്കുക എന്നുള്ളതിൻ്റെ ഒരു എവിഡൻസ് ഇന്നത്തെ മത്സരത്തിൽ ഫസ്റ്റ് ഹാഫിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ആ ഒരു എനർജി ശരിക്കും കൈസൈഡോ ബാക്കിൽ ആ ഒരു ക്ലീനിങ് അപ്പ് ജോബൊക്കെ ചെയ്തു. ലാവിയുടെ എനർജി ഭയങ്കര അടിപൊളിയായിരുന്നു. കാരണം പ്രസ് ചെയ്യുന്നുണ്ടായിരുന്നു, നല്ലോണം ബോൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. ആ ഒരു സംഭവമാണ് നമ്മുടെ മിഡ്ഫീൽഡിൽ ഒരു ഡൈനാമിക് ആയിട്ട് സാധനം കൊണ്ടുവരാൻ ലാവിക്ക് കഴിഞ്ഞു. എൻസോ അതുപോലെ തന്നെ ആ ഒരു ഫ്രീഡം നല്ലോണം എൻജോയ് ചെയ്തു. ഈ 2 പ്ലേയേഴ്സ് പിന്നിലുള്ള ഫ്രീഡം എൻജോയ് ചെയ്തു, ബോക്സിലേക്ക് റണ്ണ് മേക്ക് ചെയ്തു, ഹെഡർ അടിച്ചു. അത് മാത്രമല്ല ഫുള്ളി എൻജോയ്ക്ക് ഒരു ഫ്രീ ആയിട്ട് കളിക്കാനുള്ളൊരു സ്പേസ് അവിടെ ഉണ്ടായിരുന്നു ഇവർ 2 പേരും ഉള്ളതുകൊണ്ട് തന്നെ. എന്തായാലും അതൊരു 45 മിനിറ്റ് ശരിക്കും ഞാൻ എൻജോയ് ചെയ്തൊരു സംഭവമാണ്. ഒബ്വിയസ്ലി നമുക്കറിയാം അതിനുശേഷം സാന്റോസിനെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ഒക്കെ ചെയ്തു. സാന്റോസ് വന്നിട്ട് അത്യാവശ്യം നന്നായിട്ട് കളിച്ചു. നല്ലൊരു പ്ലെയറാണ്. ഞാൻ എപ്പോഴും ഭയങ്കര ഹൈ ആയിട്ട് റേറ്റ് ചെയ്തിട്ടുള്ളൊരു പ്ലെയർ തന്നെയാണ്. ലീഡ്സ് ആക്ച്വലി ആ സെക്കൻഡ് ഹാഫിൽ ആ ഒരു ഇന്റൻസിറ്റി കൂട്ടി ഇപ്പോൾ സാന്റോസ് അവിടെ ഉള്ളതുകൊണ്ടാണ് കുറച്ച് ടാക്കിളുകളും കുറച്ച് സ്റ്റെപ്പ് ഔട്ടൊക്കെ ചെയ്ത് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പുള്ളി ശ്രമിച്ചു. തീർച്ചയായിട്ടും അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യം തന്നെയാണ്. പക്ഷേ ഇന്ന് എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നിയത് ശരിക്കും ആ ഒരു ഫസ്റ്റ് ഹാഫിൽ ഈ 3 പ്ലെയേഴ്സ് നമ്മുടെ മിഡ്ഫീൽഡിൽ കളിച്ചത് തന്നെയാണ്. ലാവിയയ്ക്ക് ഇതുപോലെ കളിക്കാൻ പറ്റട്ടെ, കൺസിസ്റ്റന്റ് ആയിട്ട് ഇഞ്ചറി ഫ്രീ ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ ആ ഒരു മിഡ്ഫീൽഡ് 3യിൽ മറ്റേ 2 പ്ലെയേഴ്സിന്റെ കൂടെ എന്തെങ്കിലുമൊക്കെ ഒരു വലിയ പാർട്ട്ണർഷിപ്പ് നമുക്ക് വേണ്ടി പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. എൻ്റെ ഒരേ ഒരു കൺസേൺ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ പാമറിനെ എങ്ങനെ യൂസ് ചെയ്യുമെന്നുള്ള. നമുക്കറിയാം ആ പാമറിന് സെൻട്രലി, എൻ്റെ ഒരു അഭിപ്രായത്തിൽ സെൻട്രലി പാമറിനെ കളിപ്പിക്കുന്നതാണ് ഏറ്റവും നല്ല കാര്യം. പാമറിന് ബെസ്റ്റ് സൂട്ടഡ് ആയിട്ടുള്ള ഒരു റോൾ അതാണ്. 2 വിങ്ങിലും കളിക്കാൻ ഉള്ള കേപ്പബിലിറ്റി ഉണ്ട്, അവിടെ നിന്ന് ഇൻസൈഡിലോട്ട് കട്ട് ചെയ്ത് കളിക്കാനൊക്കെ ഉള്ള കേപ്പബിലിറ്റി ഉണ്ട്. പക്ഷേ ആ ഒരു ഇഞ്ചുറിക്കൊക്കെ ശേഷം കൂടുതലും പ്ലെയേഴ്സിനെ അങ്ങനെ ടേക്ക് ഓൺ ചെയ്യാൻ പാമർ അധികം പ്രിഫർ ചെയ്യുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പല പ്ലേയേഴ്സിനെയും 1-on-1 അങ്ങനെ അധികം ബീറ്റ് ചെയ്യാൻ പറ്റാറില്ല പണ്ട് നമ്മൾ കണ്ടിരുന്ന പോലെ. അതുകൊണ്ട് കുറച്ചും കൂടി ഒരു സെൻട്രലിൽ ഫ്രീ റോൾ കളിപ്പിക്കുകയാണ് ഐഡിയൽ സിറ്റുവേഷൻ. പക്ഷെ ഇങ്ങനെ എൻസോനെ ഇവിടെ ആ റോളിൽ കളിപ്പിക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും അവിടെ എന്നുള്ളതിനുള്ളൊരു ഉത്തരം നമുക്കില്ല. ഇന്നും നമ്മൾ കളിയിൽ കണ്ടതാണ്, പാമർ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോഴും കുറച്ച് വൈഡായിട്ടാണ് കളിച്ചത്. അപ്പം എന്താണ് അവിടുത്തെ പ്ലാൻ എന്ന് നമുക്കറിയില്ല. എങ്ങനെയായിരിക്കാം ആ ഒരു കാര്യം ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത് നമുക്ക് ഒട്ടും അറിയില്ല. എന്തായാലും ഈ ഒരു മിഡ്ഫീൽഡ്, ഈ 3 പ്ലെയേഴ്സ് ഫിറ്റായിട്ട് ഇരിക്കുക, നന്നായിട്ട് കളിക്കുക, നല്ല ഫോമിൽ ഇരിക്കുക എന്നുള്ളത് ചെൽസിയെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ആ 3 പേര് ഫിറ്റ് ആൻഡ് അവൈലബിൾ ആണെങ്കിൽ ചെൽസിക്ക് നല്ല ഓപ്ഷൻസും നല്ല സെക്യൂരിറ്റിയും മിഡ്ഫീൽഡിൽ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആൻഡ് ഫൈനലി ഇനി ഈ മത്സരം ചെൽസി ജയിക്കാൻ കാരണം ശരിക്കും എൻ്റെ അഭിപ്രായത്തിൽ റോബർട്ട് സാഞ്ചസ് തന്നെയാണ്. ഇത് ഞാൻ ഒരിക്കലും പറയുമെന്ന് വിചാരിച്ചൊരു കാര്യമല്ല. ഒരു FA കപ്പ് സെമി ഫൈനലിൽ റോബർട്ട് സാഞ്ചസ് നമ്മളെ രക്ഷിക്കുമെന്ന്. കാരണം നമുക്കറിയാം ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളൊരു ഗോൾ കീപ്പറാണ്. എപ്പോൾ ബ്രൈറ്റണിൽ നിന്ന് ഇങ്ങോട്ട് വന്നോ ഇവിടെ ഒരുപാട് പ്രശ്നങ്ങൾ ഫേസ് ചെയ്തിട്ടുള്ളൊരു ഗോൾ കീപ്പറാണ്. ഒരു ഷോർട്ട് സ്റ്റോപ്പിംഗ് രീതിയിൽ പല സമയങ്ങളിലും സാഞ്ചസ് ഇംപ്രസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ നമുക്കറിയാം ആ ഒരു പ്ലേയിങ് ഔട്ട് ഫ്രം ദ ബാക്കും ആ ഒരു വെപ്രാളവും കാര്യങ്ങളിലൊക്കെയാണ് ഒരുപാട് പ്രശ്നങ്ങൾ സംഭവിച്ചിട്ടുള്ളത്. എന്തായാലും ഇന്ന് 2 മികച്ച സേവുകളിലൂടെ നമ്മൾ രക്ഷിച്ചു എന്നുള്ളതാണ്. ഞാൻ ആദ്യം പറഞ്ഞ ആ ബ്രണ്ടൻ ആരൻസന്റെ അറ്റംപ്റ്റ് വളരെ മികച്ചൊരു സേവ്, കാലുകൊണ്ട് ആ ഒരു സംഭവം അകറ്റി. അതുപോലെ തന്നെ സെക്കൻഡ് ഹാഫിൽ ആന്റോൺ സ്റ്റാക്കിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തതിന് ശേഷം ഫസ്റ്റ് തിങ് സ്റ്റാക്ക് ചെയ്തത് എന്താ, സ്റ്റാക്ക് ചെയ്യുന്ന സംഭവം തന്നെ ലോങ് ഡിസ്റ്റൻസിൽ നിന്ന് അടിക്കുക. പുള്ളി എനിക്ക് തോന്നാൻ സബ്ബായിട്ട് ഇറങ്ങിയതിന് ശേഷം 3-4 അറ്റംപ്റ്റ് ഡിസ്റ്റൻസിൽ നിന്ന് അറ്റംപ്റ്റ് ചെയ്തു. അതിൽ ആദ്യത്തെ അറ്റംപ്റ്റ് അതൊരു കിഡിലൻ പവർഫുൾ അടി തന്നെയായിരുന്നു. എന്തായാലും സാഞ്ചസ് എങ്ങനെയൊക്കെയോ അത് സേവ് ചെയ്ത് തട്ടി ബാറിന്റെ മുകളിൽ വിട്ടു. ഞാൻ ആ അടി കണക്ട് ചെയ്തപ്പോഴേ വിചാരിച്ചു പണ്ടാരം ഇത് ടോപ്പ് കോർണർ. കാരണം സ്റ്റാക്കിനെ നമുക്കറിയാം ഡിസ്റ്റൻസിൽ നിന്ന് അടിക്കാൻ നല്ല കേപ്പബിൾ ആയിട്ടുള്ള പ്ലെയറാണെന്ന് നമുക്കറിയാം. പക്ഷേ സാഞ്ചസ് എങ്ങനെയൊക്കെയോ ഭയങ്കര ഹീറോയിക് ആയിട്ട് അത് സേവ് ചെയ്തു. അതിൽ ഒരുപാട് സന്തോഷം. പക്ഷേ ഒരേ ഒരു കാര്യത്തിൽ മാത്രമാണ് ഒരു ഇത്തിരി എംബാരസ്മെന്റ് ഫീൽ ചെയ്തത്. ലൈക്ക് നമുക്കറിയാം ഒരു കളി ഒരു 60 മിനിറ്റ് ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും സാഞ്ചസ് നൈസായിട്ട് അഭിനയിച്ച് താഴത്തേക്ക് വീഴുന്നൊരു സിറ്റുവേഷൻ, എന്തോ ഹാംസ്ട്രിങ്ങിന് പറ്റിയ പോലെയൊക്കെ പുള്ളി അഭിനയിച്ച്. ശരിക്കും അത് ഭയങ്കര ഒരു കോമഡി ഇൻസിഡന്റ് ആയിരുന്നു. ചെൽസിയുടെ ബെഞ്ചിൽ നിന്ന് എന്തോ മെസ്സേജ് പോയിട്ടുണ്ട് ടൈം വേസ്റ്റ് ചെയ്യണമെന്നുള്ള. ആ ഒരു മെസ്സേജ് ആരോ ചെന്ന് സാഞ്ചസിനോട് പറഞ്ഞു കൊടുക്കുന്നു. സാഞ്ചസ് ഒരു ഇതും ഇല്ലാണ്ട് പെട്ടെന്ന് അങ്ങോട്ട് വീഴുന്നു. ലീഡ്സിന്റെ ഫാൻസും ആയിക്കോട്ടെ പ്ലെയേഴ്സ് ആയിക്കോട്ടെ എല്ലാവർക്കും മനസ്സിലായി. എല്ലാവരും
ഭയങ്കര ചൂടാവുന്നുണ്ടായിരുന്നു. പക്ഷേ സാഞ്ചസ് എന്തൊക്കെയോ കാണിച്ചു കുറച്ച് ടൈം വേസ്റ്റ് ചെയ്തു. അങ്ങനെ മെറിറ്റ് കൊണ്ട് മാത്രമല്ല ഇങ്ങനത്തെ ചില ഉടായ്പ നമ്പറുകളിലും കൂടെ നമ്മൾ ഇന്ന് സാഞ്ചസ് രക്ഷിച്ചിട്ടുണ്ട്. എന്തായാലും ഒരു ടോപ്പ് ഗോൾ കീപ്പർ ചെൽസിയിൽ വരണം എന്നുള്ളത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ലൈക്ക് എന്തുകൊണ്ട് നമ്മൾ ഡോണർമയ്ക്ക് വേണ്ടി ബിഡ് ചെയ്തില്ല എന്നൊക്കെ ഉള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ട് കഴിഞ്ഞ സമ്മറിൽ. ഓബ്വിയസ്ലി അതൊക്കെ ഉണ്ട്. അങ്ങനെ ഒരു ഗോൾ കീപ്പർ അവൈലബിൾ ആയിരുന്നപ്പോൾ ഒരു പക്ഷേ നമ്മൾ അതിനെ പെർസ്യൂ ചെയ്യണമായിരുന്നു. ഇപ്പോൾ സിറ്റിയുടെ പുള്ളിംഗ് പവർ ചെൽസിക്ക് ഉണ്ടോ ഇപ്പം എന്ന് ചോദിച്ചാൽ ഇല്ലെന്നുള്ളത് തന്നെയാണ്. അതൊക്കെ തന്നെയാണ്. പക്ഷെ നമ്മൾ ഓർക്കണം, ക്ലബ് വേൾഡ് കപ്പും ഒക്കെ അടിച്ച് നിൽക്കുന്ന സമയമാണ്. വേണമെങ്കിൽ നമ്മളൊന്ന് പുഷ് ചെയ്തിരുന്നെങ്കിൽ, നല്ലൊരു കോൺട്രാക്റ്റ് ഒക്കെ ഓഫർ ചെയ്തിരുന്നെങ്കിൽ ഡോണറുമ എന്തായാലും വന്നേനെ എന്നുള്ള ഒരു വിശ്വാസമുള്ള ഒരാളായിരുന്നു ഞാൻ. പക്ഷെ നമ്മൾ ആ ഒരു ഡീല് പെർസ്യൂ ചെയ്തില്ല. ഇനി അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇന്നിപ്പോൾ ഇത്ര നല്ല പെർഫോമൻസ് പ്രൊഡ്യൂസ് ചെയ്തെങ്കിലും അടുത്ത മത്സരത്തിന്റെ 1ാമത്തെ മിനിറ്റ് തൊട്ട് നമ്മൾ വീണ്ടും ടെൻഷൻ അടിക്കണം. സാഞ്ചസിനെ കൊണ്ട് ഇത് പറ്റുമോ, പുള്ളി പ്ലേ ഔട്ട് ചെയ്യുമ്പോഴത്തേക്കും എന്തെങ്കിലും മിസ്റ്റേക്ക് വരുമോ, ഗോൾ നമ്മൾ കൺസിഡർ ചെയ്യോ, ഈ ഒരു ടെൻഷൻ ത്രൂ ഔട്ട് അടിച്ചുകൊണ്ടിരിക്കേണ്ടി വരും. ഗോൾ കീപ്പർ എന്ന പൊസിഷനെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു കോൺഫിഡൻസ് വേണം നമ്മുടെ ഗോൾ കീപ്പറിൽ. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു സെക്യൂരിറ്റി വേണം. ആ ഒരു സെൻസ് ഓഫ് സെക്യൂരിറ്റി സാഞ്ചസിനോ യോർഗൻസിനോ തരാനാവില്ലെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ബ്ലൂക്കോ നിങ്ങൾ സമ്മറിലൊരു ഗോൾ കീപ്പറിനെ എങ്ങനെയെങ്കിലും സൈൻ ചെയ്യുക. ഒരു റിലയബിൾ ആയിട്ടുള്ള ഗോൾ കീപ്പറിനെ സൈൻ ചെയ്യുക. നിങ്ങൾ 1 ബില്യൺ സ്പെൻഡ് ചെയ്തിട്ടും ആ ഒരു പൊസിഷനിൽ നമുക്ക് ഇങ്ങനെ ഒരു സെക്യൂരിറ്റി ഇല്ല എന്നുള്ളത് ഇസ് ആൻ ആബ്സല്യൂട്ട് എംബാരസ്മെന്റ്. അത് ഏത് ചെൽസി ഫാനോട് ചോദിച്ചാലും അവർ പറയും. അതുകൊണ്ട് തന്നെ ഈ ഒരു ഫീലിംഗിൽ നിന്ന് ഞങ്ങളെ ഒന്ന് രക്ഷപ്പെടുത്തുക, എനിക്ക് അത്രേ പറയാനുള്ളൂ. എവറി ടൈം ഐ വാച്ച് സാഞ്ചസ് ഐ ഫീൽ ലൈക്ക് ഇറ്റ്സ് എ മിസ്റ്റേക്ക് വെയിറ്റിംഗ് ടു ഹാപ്പൻ. ഒരു സീസൺ, ഒരു 38 മത്സരമുള്ള ഒരു പ്രീമിയർ ലീഗ് സീസണിലേക്ക് ഇനി കടക്കുമ്പോൾ, അടുത്ത സീസൺ കടക്കുമ്പോൾ എനിക്ക് അങ്ങനെ ഒരു ഗോൾ കീപ്പർ എൻ്റെ ടീമിന്റെ ഗോൾ വല കാക്കുന്നു എന്ന് വിശ്വസിക്കാൻ പോലും പറ്റില്ല. കാരണം എനിക്ക് ആ ഒരു ടെൻഷൻ അടിച്ചുകൊണ്ട് 38 മത്സരം ഒരു സീസൺ കാണാൻ കഴിയില്ല പ്രീമിയർ ലീഗിൽ. അപ്പൊ അതാണ് കാര്യം. അത് നോട്ടീസ് ചെയ്തുകൊണ്ട് അതിനുള്ള തീരുമാനങ്ങൾ എടുക്കൂ ബ്ലൂക്കോ. അപ്പൊ ഇതാണ് ഗൈസ് FA കപ്പ് സെമിഫൈനലിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയ 5 ഇമ്പോർട്ടന്റ് കാര്യങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ എൻഗേജ്മെന്റ് കമന്റ്സിന്റെയും ലൈക്സിന്റെയും ഷെയർസിന്റെയും രൂപത്തിൽ എന്നെ അറിയിക്കുക. കാരണം ഇവിടെ ഒരു പ്രീമിയർ ലീഗ് അല്ലെങ്കിൽ ഒരു യൂറോപ്യൻ ഫുട്ബോൾ, ഒരു ചാമ്പ്യൻസ് ലീഗ്, ലാലിഗ, ഇങ്ങനെ ഒരു ഓഡിയൻസിനെ ബിൽഡ് ചെയ്യാനുള്ള ഒരു ശ്രമത്തിലാണ് ഞാൻ. അപ്പം ഞാൻ പറയുന്ന കാര്യങ്ങളും എൻ്റെ വീഡിയോസും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അങ്ങനെ നമ്മുടെ കമ്മ്യൂണിറ്റി ഇന്ത്യൻ ഫുട്ബോളിലും കേരള ബ്ലാസ്റ്റേഴ്സിലും മാത്രം ഒതുങ്ങി നിൽക്കാത്ത ഒരു വലിയ ഫുട്ബോൾ കമ്മ്യൂണിറ്റി ആവണം എന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ തീർച്ചയായിട്ടും പുതിയൊരു വീഡിയോയ്ക്ക് ആയിട്ട് വെയിറ്റ് ചെയ്യുക. അധികം വൈകാതെ തന്നെ ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിരിക്കും. അൺടിൽ ദെൻ യു ടേക്ക് കെയർ മൈ ഫ്രണ്ട്. ബൈ ഫോർ നൗ.